പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് കൊട്ടാരത്തിലും അന്തഃപുരത്തിലുമൊക്കെ ജോലി ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, അവിടുത്തെ ജോലിക്കാരായ ആണുങ്ങളുടെ ആ അങ്ങ് വെട്ടിക്കളയും. അതെ, നിങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെ. സംഗതി കേൾക്കുമ്പോൾ കോമഡിയൊക്കെ തോന്നുമെങ്കിലും ഇതിനു പിന്നിൽ ഞെട്ടിക്കുന്ന ഒരു സയൻസുണ്ട്. ഇങ്ങനെ വെട്ടിക്കളഞ്ഞ പുരുഷന്മാർ സാധാരണ പുരുഷന്മാരെക്കാൾ കൂടുതൽ കാലം ജീവിച്ചിരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. വില്ലൻ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണാണ്. ആണുങ്ങളിലെ ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധശേഷി കുറയ്ക്കാൻ കാരണമാകും. ഇതുകൊണ്ടാണ് കൊറോണ സമയത്ത് പോലും സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർ 30% അധികം മരണപ്പെട്ടത്. അപ്പോൾ വെട്ടിക്കളഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ കുറയും, ഇമ്മ്യൂണിറ്റി കൂടും, ആയുസ്സും കൂടും. എന്ന് കരുതി ആയുസ് കൂട്ടാൻ വേണ്ടി ആരും ഇപ്പോൾ അത് വെട്ടിക്കളയാനൊന്നും നിൽക്കല്ലേ കേട്ടോ. സംഗതി ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് കൊട്ടാരത്തിലും അന്തഃപുരത്തിലുമൊക്കെ ജോലി ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, അവിടുത്തെ ജോലിക്കാരായ ആണുങ്ങളുടെ ആ അങ്ങ് വെട്ടിക്കളയും. അതെ, നിങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെ. സംഗതി കേൾക്കുമ്പോൾ കോമഡിയൊക്കെ തോന്നുമെങ്കിലും ഇതിനു പിന്നിൽ ഞെട്ടിക്കുന്ന ഒരു സയൻസുണ്ട്. ഇങ്ങനെ വെട്ടിക്കളഞ്ഞ പുരുഷന്മാർ സാധാരണ പുരുഷന്മാരെക്കാൾ കൂടുതൽ കാലം ജീവിച്ചിരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. വില്ലൻ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണാണ്. ആണുങ്ങളിലെ ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധശേഷി കുറയ്ക്കാൻ കാരണമാകും. ഇതുകൊണ്ടാണ് കൊറോണ സമയത്ത് പോലും സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർ 30% അധികം മരണപ്പെട്ടത്. അപ്പോൾ വെട്ടിക്കളഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ കുറയും, ഇമ്മ്യൂണിറ്റി കൂടും, ആയുസ്സും കൂടും. എന്ന് കരുതി ആയുസ് കൂട്ടാൻ വേണ്ടി ആരും ഇപ്പോൾ അത് വെട്ടിക്കളയാനൊന്നും നിൽക്കല്ലേ കേട്ടോ. സംഗതി ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട.